നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയിൽ വലിയ മുന്നേറ്റമാണ് പോയ വാരവും ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ വിപണി സർവകാല റെക്കോർഡ് മറികടക്കുകയും ചെയ്തു. മികച്ച ഒന്നാം പാദ റിസൾട്ടുകളാണ് വിപണിയുടെ മുന്നേറ്റത്തിന് പ്രധാനപ്പെട്ട കാരണം എന്നാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അതുപോലെ മാർക്കറ്റ് വാച്ചിൽ ഹെഡ്ജ് എഗ്രിഗേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രൻ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. പോയ വാരം വിപണിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വലിയ മുന്നേറ്റം, ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വന്നു. എല്ലാം തന്നെ വിപണിയുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നത് കണ്ടു. നിരവധി കോർപ്പറേറ്റ് കമ്പനികൾക്ക് ശ്രദ്ധേയമായ രീതിയിൽ ലാഭമുണ്ടാക്കുവാനും പോയ ക്വാർട്ടറിൽ കഴിഞ്ഞുവെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് പോയ വാരം വിപണിയെ താങ്കൾ കാണുന്നത്? മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് മൂവ് ചെയ്യുന്നത്. മേജറായുള്ള റൈഡൊന്നും ഉണ്ടായില്ല. വലിയൊരു റൈഡിന് ശേഷമുള്ള ഒരു കൺസോൾട്ടേഷൻ. കാരണം വലിയൊരു റൈഡ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഫേസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിനെ എൻകറേജ് ചെയ്യുന്ന മേജർ ന്യൂസുകൾ ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നോ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്നോ വന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള റീസൺ. ഇപ്പോൾ ബ്രെക്സിറ്റ് വലിയൊരു ന്യൂസായിരുന്നു, റിലേറ്റഡ് ആയുള്ള ഡിസ്കഷൻസൊക്കെ. എന്നാലും അതിനൊന്നും വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. റിസൾട്ട് സീസണാണ്. അപ്പോൾ റിസൾട്ട് സീസൺ അനുസരിച്ച് ഓരോ സ്റ്റോക്കിലും ഇൻഡിവിജ്വലായിട്ടുള്ള മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് പോലും ഫെഡറൽ ബാങ്ക് പോലെയുള്ള കമ്പനികളിൽ ഒരു റൈഡ് കണ്ടു. അതേസമയത്ത് മിഡ് ക്യാപ്പിൽ പല സ്റ്റോക്കുകളും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. മിഡ് ക്യാപ്പിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നില്ല. പല കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ, ലിക്വിഡിറ്റി ഇഷ്യൂ പോലെയുള്ള ഇഷ്യൂസ് ഇപ്പോഴും ആ ഒരു സെക്ടറിനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് വളരെ ബെറ്ററായുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അതിൻ്റെ റിഫ്ലക്ഷൻ ആ സ്റ്റോക്കിൽ കണ്ടു. ഇപ്പോൾ വരും ദിവസങ്ങളിലും മിഡ് ക്യാപ്പിൽ റൈഡ് സംഭവിക്കണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ടുള്ള മിഡ് ക്യാപ്പിൽ മാത്രമേ റൈഡ് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന റീസൺ പല ഇഷ്യൂസും ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബെറ്റർ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ബെറ്റർ കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള മിഡ് ക്യാപ്പിൽ മാത്രമേ വരും ദിവസങ്ങളിൽ റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ്. നെക്സ്റ്റ് വീക്ക് കുറേയധികം റിസൾട്ടുകൾ വരാനിരിക്കുന്നു. ആ റിസൾട്ടിനനുസരിച്ച് മൂവ് വരും ദിവസങ്ങളിൽ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ മിഡ് ക്യാപ്പിൽ കറക്ഷൻ സംഭവിച്ചാലും ആ എല്ലാ സെക്ടറിലും ആ റൈഡിനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ രീതിയിൽ നിലനിൽക്കുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ബെറ്റർ റിസൾട്ട് അനൗൺസ് ചെയ്തു, അതുപോലെ ആക്സിസ് ബാങ്ക്. എന്നാൽ ഈ രണ്ട് സ്റ്റോക്കിലും റൈഡ് സംഭവിച്ചില്ല. ഒന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ സംബന്ധിച്ച് കോമ്പറ്റീഷൻ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു. എന്തായാലും ഒരു ഫെയർ വാല്യൂവിൽ തന്നെയാണ് ഫെഡറൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ മൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അശോക് ലേലൻഡിനെ സംബന്ധിച്ച് ആക്സിസ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നത് അതൊരു നെഗറ്റീവ് തന്നെയാണ്. സ്റ്റോക്കിൽ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്ത് എന്തായാലും ഇപ്പോൾ അശോക് ലേലാൻഡ് ഒരു ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിസ് ലോഡ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് സെയിൽസ് കുറയാനുള്ള പോസിബിലിറ്റി. പലപ്പോഴും ഇങ്ങനെയുള്ള ന്യൂസുകൾ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്തായാലും അശോക് ലേലാൻഡിനെ സംബന്ധിച്ച് ഫെയർ വാല്യൂയിലേക്ക് മൂവ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ അത് കൺസിഡർ ചെയ്യാം. ബെറ്റർ റിസൾട്ട് വന്ന് കോട്ടക് മഹീന്ദ്ര, ഫെഡറൽ ബാങ്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. വളരെ നല്ല റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷയിലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് അനൗൺസ് ചെയ്ത്. ബജാജ് ഫൈനാൻസ് ആവറേജ് റിസൾട്ടായിരുന്നു. അൾട്രാടെക് സിമെൻറ്റ് ഇതൊരു ആവറേജ് റിസൾട്ടായിരുന്നു. അതിലും വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടില്ലെങ്കിൽ പോലും ആ സ്റ്റോക്കിലും മാർക്കറ്റിൻ്റെ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു. എന്തായാലും നെക്സ്റ്റ് വീക്ക് അഗൈൻ റിസൾട്ടുകൾ വരാനിരിക്കുന്നു. ഈ റിസൾട്ടുകളായിരിക്കാം നെക്സ്റ്റ് വീക്ക് ഫർദർ മാർക്കറ്റിൻ്റെ റൈഡ് തീരുമാനിക്കുന്നത്. ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ പോലും നെക്സ്റ്റ് വീക്ക് വരാനിരിക്കുന്ന റിസൾട്ടുകൾ തന്നെയാണ്. മേജറായിട്ടുള്ള റിസൾട്ടുകൾ വരാനിരിക്കുന്നു. ആ റിസൾട്ടിനനുസരിച്ചൊരു മൂവ് നെക്സ്റ്റ് വീക്ക് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഭുവനേന്ദ്രൻ, അടുത്തയാഴ്ച സ്വാഭാവികമായിട്ടും കൂടുതൽ റിസൾട്ടുകൾ വരാനിരിക്കുന്നു. പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വരുന്നയാഴ്ചയും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നേട്ടം വിപണിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വരുന്നയാഴ്ചയും ഈ മുന്നേറ്റം തുടരാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? എങ്ങനെയാണ് അടുത്തയാഴ്ചത്തെ സാധ്യതകളെ താങ്കൾ കാണുക? നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് മൂവ് തീരുമാനിക്കുന്നത് റിസൾട്ട് തന്നെയാണ്. ഏഷ്യൻ പെയിൻറ്റ്സ്, ACC, മാരുതി, L&T, അങ്ങനെ വളരെ ഡോക്ടർ റെഡ്ഡീസ് വളരെയധികം റിസൾട്ടുകൾ നെക്സ്റ്റ് വീക്ക് വരാനിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് പോലെ റിസൾട്ടുകൾ വരാനിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീക്കിൻ്റെ ട്രിഗർ എന്ന് പറയുന്നത് ഈ റിസൾട്ട് തന്നെയാണ്. മേജർ റിസൾട്ടുകളാണ് നെക്സ്റ്റ് വീക്ക് വരാനിരിക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചൊരു മൂവ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. മേജറായിട്ടുള്ള ഗ്ലോബൽ ന്യൂസുകളോ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് വരാവുന്ന ഈ കോർപ്പറേറ്റ് ഏർണിംഗ് ന്യൂസുകൾ തന്നെയാണ്. ഈ ന്യൂസുകൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റൈഡ് തീരുമാനിക്കും. എന്തായാലും നിഫ്റ്റി 11,000 മുകളിലേക്ക് ഹോൾഡ് ചെയ്യുന്നുള്ളത് തന്നെ വളരെ പോസിറ്റീവായിട്ട് കാര്യം തന്നെയാണ്. മാർക്കറ്റ് മൊമെൻറ്റം ലാസ്റ്റ് 3 വീക്സ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്തു. ഈ മൊമെൻറ്റം നെക്സ്റ്റ് വീക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇൻഡിവിജ്വലായി ഇപ്പോൾ ഈ ഒരു റൈഡ് സംഭവിക്കുമ്പോഴും മിഡ് ക്യാപ്പിലൊക്കെ തന്നെ കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം. അതിലുപരി നെക്സ്റ്റ് വീക്ക് വരുന്ന റിസൾട്ടുകൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ ആ റിസൾട്ട് തന്നെയാണ് മാർക്കറ്റിനെ റൈഡ് ചെയ്യുന്നത്. റൈഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രീതി, അതായത് നെക്സ്റ്റ് വീക്ക് കമ്മിങ് 1 മന്ത് എന്ന് പറയുന്നത് മാർക്കറ്റിനെ റൈഡ് ചെയ്യുന്നത് റിസൾട്ടുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ഓരോ റിസൾട്ടുകളും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതിന് ശേഷമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഭുവനേന്ദ്രൻ, ടെക്നിക്കൽ ചാർട്ട് എന്താണ് പറയുന്നത്? എവിടെയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ടും ഒപ്പം തന്നെ റെസിസ്റ്റൻസും ഇപ്പോഴുള്ള സാഹചര്യത്തിലുള്ളത്? ടെക്നിക്കലി മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. 11,080 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത
ഈ നെക്സ്റ്റ് വീക്ക് വരുന്ന റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും. 10,920 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. 10,850 ടു 10,920 എന്ന് പറയുന്ന മേജർ ആയിട്ടുള്ള നെക്സ്റ്റ് വീക്ക് വരാവുന്ന രണ്ട് മേജർ സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് വരാമെങ്കിൽ ഒരു ബൈ ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. 11,080 ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ലെവലിൽ മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ ടെക്നിക്കൽ മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റിയാണ് നെക്സ്റ്റ് വീക്ക് വളരെ കൂടുതൽ. അതോടൊപ്പം തന്നെ റിസൾട്ട് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. 10,850 എന്ന് പറയുന്ന നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കുറവാണ്. അതൊരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു മൈനർ സപ്പോർട്ട് ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞു 10,920 എന്ന് പറയുന്ന ഒരു മൈനർ സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവൽ മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് മൂവ് ചെയ്യാം. അതിലുപരി ഗ്ലോബൽ ന്യൂസുകൾ അതുപോലെ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് വരാവുന്ന കോർപ്പറേറ്റ് ഏർണിങ്സ് ഒക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. വിപണിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് സ്ട്രാറ്റജി എടുക്കണം എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി നിക്ഷേപകർ മാർക്കറ്റ് വാച്ചിന് കത്തയക്കാറുണ്ട്. ചില കത്തുകൾ നമ്മൾ എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇത്തവണ തോമസ് സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയുടെ കത്ത് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ തന്നെ നൽകിയിരിക്കുന്നു. എൽ&ടി ഫിനാൻസ്, ഒപ്പം തന്നെ ഹാവെൽസ്, അൾട്രാടെക് തുടങ്ങിയ സ്റ്റോക്കുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. എന്താണ് ഈ ഓഹരികളിൽ ഇനി ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശ്രീ ഭുവനേന്ദ്രൻ ഈ കത്ത് പരിശോധിക്കും. അഭിലാഷ്, ഈ പോർട്ട്ഫോളിയോ വളരെ നല്ലതാണ്. ഇതിൽ നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്ത് ഹാവെൽസ്, തെർമാക്സ്, ഡോക്ടർ റെഡ്ഡീസ്, എൽ&ടി എല്ലാം തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായ സ്റ്റോക്ക്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി തന്നെ ഓൾറെഡി മാറിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലായിട്ടും നല്ല സ്റ്റോക്കുകളിലേക്ക് ആളുകൾ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് പലരും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പല പോർട്ട്ഫോളിയോ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വീക്ക് വന്ന ലെറ്റർ ആണെങ്കിലും ഈ വീക്ക് വന്ന റിസൾട്ട് ലെറ്ററിലൊക്കെ തന്നെ ഒരു മാറ്റം കാണുന്നുണ്ട്. ഇതിൽ ആദ്യമായിട്ട് ഹാവെൽസ് ആണ്. ഈ കൺസ്യൂമർ ഇലക്ട്രിക് സെഗ്മെൻറ്റിലെ ലീഡിംഗ് പ്ലെയേഴ്സ് തന്നെയാണ്. അവർ പ്രോഫിറ്റബിലിറ്റി കൂടുന്നു, എല്ലാ സെഗ്മെൻറ്റിലുള്ള ഇവരുടെ ഇമ്പ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ കൺസംഷൻ സ്റ്റോറി എന്നൊക്കെ പറയുന്ന വലിയൊരു ഗ്രോത്ത് സ്റ്റോറി തന്നെ ഹാവെൽസിനെ സംബന്ധിച്ച്. ഇപ്പോഴത്തെ രീതിയിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ചൊരു ഹൈ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അടുത്തൊരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ GST 28% നിന്നും 18% പല ഇലക്ട്രിക് ഗുഡ്സിൻ്റെയും കുറച്ച് കൊണ്ടുവന്നത് ഇവരെ സംബന്ധിച്ച് പ്രോഫിറ്റബിലിറ്റി കൂടാനും, അതുപോലെ കൂടുതൽ IT ഫോക്കസ് ചെയ്തുള്ള ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, അവരുടെ മാൻ പവർ കുറയുമ്പോൾ പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള പോസിബിലിറ്റി, ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഹാവെൽസ് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 592 ആണ് 52 വീക്സ് ഹൈ, 433 ആണ് ലോ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ വാല്യൂഷൻ 492 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എഗെയിൻ ഒരു 500 ബിലോ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 570 ലെവലിലാണ് ഇപ്പോൾ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അടുത്തൊരു കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുമ്പോൾ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 640 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ഹാവെൽസിനെ സംബന്ധിച്ച് ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇപ്പോഴത്തെ രീതിയിൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 35 to 40% ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ രീതിയിൽ അഡ്വൈസബിൾ ആയിട്ടില്ല. കാരണം 567, 570 ലെവലിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളി ഇൻവെസ്റ്റഡ് ആകാതിരിക്കുക. ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. അതിന് അതിൻ്റേതായ റീസൺസ് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ വീണ്ടും കറക്ഷൻ മോഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ലോങ് ടൈം സ്റ്റോറി തന്നെയാണ് ഹാവെൽസിനെ സംബന്ധിച്ച്. അത് ഇന്ത്യയുടെ റൂറൽ സ്പെൻഡിങ് അത് തന്നെയാണ് ഇവരുടെ, അതുപോലെ ഇവരുടെ മാർക്കറ്റ് ഷെയർ ഇമ്പ്രൂവ് ചെയ്യുന്നു, പ്രോഫിറ്റബിലിറ്റി കൂടുന്നു. ഇതൊക്കെ തന്നെ ലോങ് ടൈം വ്യൂവിൽ ഹാവെൽസ് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. മേജർ സപ്പോർട്ട് ലെവൽ 492 ആണ്. ദെൻ തെർമാക്സ് ആണ്. ഈ പ്രധാനമായിട്ടും എൻജിനീയറിംഗ് സൊല്യൂഷൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ മെറ്റൽ സെക്ടർ, കെമിക്കൽ, എല്ലാ സെക്ടറിലും എൻജിനീയറിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള കമ്പനിയാണ്. അതുപോലെ ഗ്ലോബൽ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് തന്നെ ഇവരെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള മൂവ് നടക്കുന്നു. ഗ്ലോബൽ ഡിമാൻഡുള്ള കമ്പനിയാണ്. പുതുതായിട്ടുള്ള 157 million ഓർഡർ ഈജിപ്തിൽ നിന്ന് കിട്ടുന്നു, നൈജീരിയയിൽ നിന്ന് കിട്ടുന്നു. ഇങ്ങനെ വളരെയധികം പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് തെർമാക്സ്. അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക്. ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന വളരെ ഫെയർ വാല്യൂലുള്ളൊരു സ്റ്റോക്കാണ് ഈ തെർമാക്സ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ് ഈ സ്റ്റോക്കിൽ. അപ്പോൾ ലോങ് ടേം വ്യൂവിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്ക് തന്നെയാണിത്. 900 ആണ് ഈ സ്റ്റോക്കിലൊരു മേജർ സപ്പോർട്ടിൽ. ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ചൊരു ഈ പ്രൈസിൽ കുറച്ച് ഹയർ പ്രൈസിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. പക്ഷേ വാല്യൂഷൻ ഫെയർ തന്നെയാണ്. അപ്പോൾ വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് വരികയാണെങ്കിൽ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 1128 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ ഒരു മാർക്കറ്റ് ലീഡറാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇവർ. കാരണം ബാക്കി പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് ആണെങ്കിലും മെറ്റൽ, എനർജി സെക്ടറിലൊക്കെ തന്നെ ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്
ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഓർഡർ ബുക്ക് ശക്തമാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നൊരു സ്റ്റോക്കാണ് തെർമാക്സ്. ദെൻ ഡോക്ടർ റെഡ്ഡീസ് ആണ്. ഡോക്ടർ റെഡ്ഡീസിനെ സംബന്ധിച്ച് നമുക്കറിയാം ഫാർമ സെക്ടറിൽ ഒരു റിക്കവറി പാത്തിലാണ്. USFD എടുത്ത ചില ഡിസിഷൻസൊക്കെ തന്നെ ഇവർക്ക് ഫേവറബിൾ ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറച്ച് നെഗറ്റീവാണ്. അപ്പോൾ വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഡോക്ടർ റെഡ്ഡീസിൽ റൈഡ് സംഭവിച്ചോ ചിലപ്പോൾ അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 1890 1950 ബിലോ പോകുമ്പോൾ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 1890 ആണ്. 2225 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ട്രെൻഡ് കുറച്ച് ബെയറിഷാണ് ഡോക്ടർ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം. ദെൻ L&T ആണ്. L&T നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനിയാണ്. L&Tയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ രീതിയിൽ ടെക്നിക്കലി ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ള സാധ്യത. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും നല്ലത്. 1180 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോൾ 1285 റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ഒരു കറക്ഷനുള്ളൊരു പോസിബിലിറ്റി L&Tയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ലോങ് ടൈം പോയിൻ്റ് വ്യൂവിലാണെങ്കിൽ പോലും കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും നല്ലത്. 1422 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ L&Tയെ സംബന്ധിച്ചും ഡോക്ടർ റെഡ്ഡിയെ സംബന്ധിച്ചും എനിക്കൊന്ന് ഇൻവെസ്റ്റേഴ്സ് കുറച്ച് പേഷ്യൻസ് കാണിക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരു ചെറിയ റൈഡ് ഈ രണ്ട് സ്റ്റോക്കിലും സംഭവിച്ചു. അടുത്തൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ദെൻ L&T ഫിനാൻസ് ആണ്. L&T ഫൈനാൻസും വാല്യുവേഷൻ ഫെയർ ആണ്. 129 ലെവലിലേക്ക് വരികയാണെങ്കിൽ 1-2 വർഷത്തോളം ഇൻവെസ്റ്റേഴ്സിന് യാതൊരു റിട്ടേൺ നൽകാത്തൊരു സ്റ്റോക്കായിരുന്നു. അതിനുശേഷം വലിയൊരു റൈഡ് സ്റ്റോക്കിൽ സംഭവിച്ചു. അതിനുശേഷം വീണ്ടും വളരെ ഡീപ്പായുള്ളൊരു കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ വാല്യൂഷൻ വളരെ ഫെയർ ആണ്. വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 129 130 ബിലോ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടൈം വ്യൂവിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 174 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോൾ ലോങ് ടൈം വ്യൂവിൽ ഇപ്പോഴത്തെ വാല്യൂഷൻ പോലും 156 എന്ന് പറയുന്ന ഒരു വാല്യൂഷൻ പോലും ഫെയർ വാല്യൂ തന്നെയാണ്. പക്ഷേ എനിക്കൊന്ന് കുറച്ചുകൂടെ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കറക്ഷനുള്ളൊരു പോസിബിലിറ്റി ഇപ്പോഴത്തെ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ദെൻ അൾട്രാടെക് സിമൻ്റ് ആണ്. വളരെ ശക്തമായുള്ള ഡിമാൻഡ് ഈ സെക്ടറിൽ തന്നെ ഉണ്ടാകുന്ന ഡിമാൻഡ്, അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക്, ഗ്ലോബൽ ഡിമാൻഡ്, സിമൻറ്റിനുണ്ടാകുന്ന നമ്മുടെ അഫോർഡബിൾ ഹൗസിങ്, ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗ് ഒക്കെ പരിഗണിക്കുമ്പോൾ അൾട്രാടെക് ഒരു ലോങ് ടൈം ബെറ്റാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അടുത്തൊരു 1 ഇയർ ടൈം ഫ്രെയിമോടുകൂടി അല്ലെങ്കിൽ 2 ഇയർ ടൈം ഫ്രെയിമോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സിമൻറ്റ് കമ്പനിയാണ് അൾട്രാടെക്. റിസൾട്ട് വന്നു ഒരു ആവറേജ് റിസൾട്ടായിരുന്നു. 3630 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. അതുപോലെ 4120 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് ആണ്. ഇതിൽ ഹാവൽസ്, തെർമാക്സ്, L&T ഫൈനാൻസ്, അൾട്രാടെക് ഇപ്പോഴത്തെ വാല്യുവേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതേസമയത്ത് ഡോക്ടർ റെഡ്ഡീസിലും L&Tയിലും ചെറിയൊരു കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നു. ഇത് വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്നതും ഓരോ കറക്ഷനിലും ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഈ ഒരു ലിസ്റ്റ്. ഹാവൽസ്, അഗൈൻ ഒന്നുകൂടി ഞാൻ ഇത് വായിക്കാം. ഹാവൽസ്, തെർമാക്സ്, ഡോക്ടർ റെഡ്ഡീസ്, L&T ഫൈനാൻസ് ആൻഡ് അൾട്രാടെക്. L&T ഫൈനാൻസ്, അൾട്രാടെക് ഓൾമോസ്റ്റ് എല്ലാ ഓരോ ഗ്രൂപ്പ് കമ്പനി തന്നെയാണ്. ഈ 3 സ്റ്റോക്കും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. ശ്രീ ഭുവനേന്ദ്രൻ, അതുപോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും അവർ ഓഹരികൾ വിറ്റുമാറുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയാണ് FIയുടെ ആക്ടിവിറ്റീസിനെ താങ്കൾ കാണുന്നത്? FI സജീവമല്ലെങ്കിൽ പോലും ഇന്ത്യൻ വിപണിയിൽ ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒപ്പം ഇന്ത്യൻ ഫണ്ട് ഹൗസുകളുടെ വലിയ പിന്തുണയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്കെല്ലാം അറിയാം. FIയുടെ ആക്ടിവിറ്റീസിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പക്ഷേ FIs കണ്ടിന്യൂസ് സെല്ലിംഗ് മോഡിൽ തന്നെയാണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് നമ്മൾ FIസിൻ്റെ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് സെല്ലിംഗ് സൈഡിൽ തന്നെയാണ്. കാരണം പ്രധാനമായിട്ടും അവരൊരു വാല്യുവേഷൻ കൺസേൺ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ മാർക്കറ്റിനെ റൈഡ് ചെയ്യിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2010 to 2015 എടുത്തു കഴിഞ്ഞാൽ അതിന് മുമ്പൊക്കെ തന്നെ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ FI ഡ്രിവൺ ആയിരുന്നു മാർക്കറ്റ്. FIസിൻ്റെ സെല്ലിംഗ് വന്നാൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കും, FIs ബൈയിങ് വന്നാൽ മാർക്കറ്റിൽ റൈഡ് സംഭവിക്കും. എന്നാൽ 2015 ശേഷം FIസിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറഞ്ഞു വരിക, അത് മൈനസ് ഫിഗറിലേക്ക് പോവുകയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ആക്റ്റീവായി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു പ്രധാന റീസൺ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഈ ഡിമോണിറ്റൈസേഷനും ഡിജിറ്റലൈസേഷനൊക്കെ തന്നെയാണ്. വലിയൊരു ഷിഫ്റ്റ് ഫൈനാൻഷ്യൽ അസറ്റിലേക്ക് വന്നു. ഇത് ഇപ്പോഴത്തെ രീതിയിൽ ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത, FIസിൻ്റെ സെല്ലിങ്ങിനുള്ള പോസിബിലിറ്റി തന്നെയാണ് ഇപ്പോഴത്തെ രീതിയിൽ നിലനിൽക്കുന്നത്. കാരണം മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നു,
വാല്യൂഷൻ ഫെയർ അല്ല എന്നൊരു കൺസിഡറേഷൻ തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച്. അപ്പോൾ വീണ്ടും മാർക്കറ്റിൽ റൈഡ് സംഭവിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ ഇമ്മീഡിയറ്റ് FISൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് സംഭവിക്കാനുള്ള സാധ്യതയില്ല. അതേസമയത്ത് FIS തിരിച്ചു വന്നില്ലെങ്കിൽ പോലും മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയോ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായുള്ള റൈഡിനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ രീതി നിലനിൽക്കുന്നുമില്ല. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ FIS മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഇപ്പോഴത്തെ രീതിയിൽ. അതൊരു നല്ല സ്ട്രെങ്ത് തന്നെയാണ്. അപ്പം മാർക്കറ്റ് ഇപ്പോഴത്തെ രീതിയിൽ റൈഡിൽ വീണ്ടും ബുൾ ഫേസിൽ തന്നെയാണ് മാർക്കറ്റ്. ഈ ഫണ്ടിൻ്റെ ഫ്ലോ കൂടുതലായി വരാനുള്ള സാധ്യത, ഡൊമസ്റ്റിക് ഫണ്ടിൻ്റെ ഫ്ലോ വളരെ കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ റൈഡ് സംഭവിക്കും. ഏതെങ്കിലും ഗ്ലോബൽ ഇഷ്യൂ അതല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫണ്ടിൽ നിന്ന് വരാവുന്ന ഏതെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂ കൊണ്ട് മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിച്ചാൽ തന്നെ FIS വീണ്ടും ആക്റ്റീവായിട്ട് മാർക്കറ്റിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അത് നമ്മുടെ ഒരു അട്രാക്റ്റീവ് പോയിൻ്റ് തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. 10,000 ബിലോ ഒക്കെ മാർക്കറ്റ് ഏതെങ്കിലും സാഹചര്യത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവായിട്ട് FIS വരാനുള്ളൊരു സാധ്യതയാണ്. അപ്പോൾ ഒരു റിസർവ് ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ FIS വീണ്ടും സെല്ലിംഗ് മോഡിലാണ്. അപ്പോൾ FISൻ്റെ സെല്ലിംഗ് ഇനിയും കണ്ടിന്യൂ ചെയ്താൽ പോലും മാർക്കറ്റിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഒട്ടും തന്നെയില്ല. അപ്പോൾ റൈഡിനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ഡൊമസ്റ്റിക് ഫ്ലോ ഓരോ മന്ത് ചെല്ലുന്തോറും കൂടി വരാനുള്ള സാധ്യതയാണ്. അതല്ലെങ്കിൽ ഇത് കുറയാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഏണിങ്സ് മോശമാവുക, പൊളിറ്റിക്കലി ഏതെങ്കിലും മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് വരിക. ഇങ്ങനെ വരികയാണെങ്കിൽ ഡൊമസ്റ്റിക് ഫ്ലോ കുറയാനുള്ള സാധ്യത ഉണ്ടാവും. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് റിട്ടേൺ ആണ് മാർക്കറ്റിനെ റൈഡ് ചെയ്യുക. അല്ല, അവരുടെ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ളൊരു പ്രധാന റീസൺ പോലും റിട്ടേൺ തന്നെ. പിന്നെ വലിയൊരു അവയർനെസ് ഇതിനെക്കുറിച്ചുണ്ടായി. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫ്ലോ ഇമ്മീഡിയറ്റ് കുറയാനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും FI ഡ്രിവൺ ആയിട്ടുള്ള അല്ലാത്ത മാർക്കറ്റാണ്. അതുകൊണ്ട് FIS തിരിച്ചു വന്നില്ലെങ്കിൽ പോലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു കറക്ഷനുള്ള സാധ്യതയില്ല. ഗ്ലോബൽ ന്യൂസുകളോ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഏതെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ കൊണ്ട് മാർക്കറ്റ് ഒരു ഡീപ്പ് കറക്ഷനിലേക്ക് മൂവ് ചെയ്താൽ തന്നെ അതൊരു പോസിറ്റീവാണ്. കാരണം ഒന്ന്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവായി മാർക്കറ്റിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. രണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇത് രണ്ട് സംഭവിച്ചാലും മാർക്കറ്റിനെ സംബന്ധിച്ചത് പോസിറ്റീവ് തന്നെയാണ്. വളരെ നന്ദി ഭുവനേന്ദ്രൻ. മാർക്കറ്റ് വാച്ചിലുള്ള ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. വിപണിയുടെ പ്രാഥമികമായ പാഠങ്ങളാണ് ബിഗിനേഴ്സ് ഗൈഡിലൂടെ നമ്മൾ തുടക്കത്തിൽ പരിചയപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ നിക്ഷേപത്തിന് അനുയോജ്യമായ ഒരു മികച്ച സ്റ്റോക്കും ഒപ്പം തന്നെ ഒരു മികച്ച മ്യൂച്വൽ ഫണ്ടുമാണ് ബിഗിനേഴ്സ് ഗൈഡിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത് ഒരു ലാർജ് ക്യാപ് തിമാറ്റിക് ഫണ്ടാണ്. SBI മാഗ്നം ഈക്വിറ്റി ESG ഫണ്ട്. ഈ ഫണ്ട് പ്രധാനമായും നിക്ഷേപിക്കുന്നത് ലോങ് ടേം ഗ്രോത്ത് ഉള്ള എന്നാൽ എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള കമ്പനികളിലാണ്. ഫണ്ടിൻ്റെ 76% ബ്ലൂ ചിപ്പ് സ്റ്റോക്സിലും 22% ലാർജ് ക്യാപ് സ്റ്റോക്സിലുമാണ്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ 39% ഫിനാൻഷ്യൽ സർവീസസിലും, 12% ടെക്നോളജി കമ്പനികളിലും, 10% ഓട്ടോ സെക്ടറിലും, 10% എനർജി സ്റ്റോക്സിലുമാണ് നടത്തിയിരിക്കുന്നത്. ഫണ്ടിൻ്റെ കഴിഞ്ഞകാല പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 9%, 5 വർഷത്തെ ശരാശരി റിട്ടേൺ 16%. കോർപ്പറേറ്റ് ഗവേണൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ കാലത്ത് ഒരു മോഡറേറ്റ് ആയ ഒരു നിക്ഷേപത്തിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫണ്ടാണിത്. SBI മാഗ്നം ഈക്വിറ്റി ESG ഫണ്ട്. ഫണ്ട് സൈസ് 2053 crore, NAV 98.80 rupees, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 1000 rupees ആൻഡ് മിനിമം SIP 500 rupees. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. IT ആൻഡ് IT എനേബിൾ സൊല്യൂഷൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുകൂടാതെ ടെലികോം, റീറ്റെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ് എന്നീ മേഖലകളിലും ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് കമ്പനിയുടെ ബിസിനസ് റിസ്ക് കുറയ്ക്കുന്നുണ്ട്. BFSI സെഗ്മെൻറ്റ്, അതായത് ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ് സെഗ്മെൻറ്റിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ 3.7% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് അമേരിക്കൻ മാർക്കറ്റിൽ കൂടുതൽ ഡിമാൻഡ് കൂടിയതാണ് ഇതിന് കാരണം. കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് ഈ ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റ് 23.5% ഗ്രോത്ത് ഉണ്ട്. ഡിലിജൻഡ എന്ന TCSൻ്റെ സബ്സിഡറി കമ്പനി അത്ര നല്ല പെർഫോമൻസ് അല്ല കാഴ്ചവെക്കുന്നത്. ഇത് TCSൻ്റെ ബോട്ടം ലൈൻ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. പക്ഷേ അത്യാധുനിക മൊബൈൽ ഡിവൈസസിൻ്റെ ഉപയോഗം കൂടിയത് കമ്പനിയെ സംബന്ധിച്ച് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കമ്പനി 4 രൂപ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. TCSൻ്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 1986 rupees. മാർക്കറ്റ് വാച്ചിന് ഈ ലക്കം അവസാനിക്കുന്നു. വിപണിയെ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും investment@asianandnews.in എന്ന വിലാസത്തിൽ അയയ്ക്കുക. മാർക്കറ്റ് വാച്ചിനി
അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.